ഇന്നത്തെ നമ്മുടെ വിഷയം സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ വാങ്ങുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. 1x1ന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്യാമറകൾ പലരും പല കാരണത്തിനാണ് വിൽക്കുന്നത്. ചിലർ ക്യാമറ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കാം സെയിൽ ചെയ്യുന്നത്. ചിലർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോൾ അത് സെയിൽ ചെയ്ത് മാറ്റാറുണ്ട്. ചില ക്യാമറകൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം വിൽക്കാറുണ്ട്. ചിലപ്പോൾ മോഷണ ക്യാമറകളും പലരും സെയിൽ ചെയ്യാറുണ്ട്. ഇതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് റെഫറൻസ് വഴി ക്യാമറ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ മേടിക്കുമ്പോൾ ആ വിൽക്കുന്നയാൾ എന്തിനാണ് ക്യാമറ വിൽക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയൊക്കെ മേടിക്കുകയാണെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകൾ പോലുള്ളവയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ചില പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ക്യാമറ സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോൾ ക്യാമറയുടെ ഷട്ടർ കൗണ്ട് അത് എത്രയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് ഷട്ടർ കൗണ്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇന്ന് നെറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ചിലത് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഷട്ടർ ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ചിലപ്പോൾ ഈ 2 ലക്ഷത്തോടൊക്കെ അടുത്ത ക്യാമറകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഉപയോഗിക്കുമ്പോൾ ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ ഷട്ടർ ലാഗ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഫോട്ടോ എടുക്കുമ്പോൾ ഡെഡ് പിക്സലുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 1 മുതൽ ഒരു 10 ഡെഡ് പിക്സലൊക്കെ ആണെങ്കിൽ നമുക്കത് പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ അതിൽ കൂടുതലൊക്കെ ആകുമ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ക്ലാരിറ്റിക്ക് തന്നെ അത് വളരെ പ്രശ്നമുണ്ടാക്കിയെന്ന് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്യാമറയിൽ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഒരു ക്യാമറയെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഒരു സ്ക്രാച്ച് പോലും ചിലപ്പോൾ ഒരു വലിയ ആഘാതം തന്നെ ആ ക്യാമറയിൽ ഉണ്ടാക്കിയതാവാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ബോഡിയിലോ ലെൻസിലോ ഒക്കെ മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതിൽ പ്രധാനമായി ബോഡിയിലെ എല്ലാ സ്വിച്ചുകളും പല ആവർത്തി പ്രസ് ചെയ്ത് അത് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ ലെൻസിലും ബോഡിയിലും അതിൻ്റെ സ്ക്രൂ എല്ലാം സൂക്ഷിച്ച് നോക്കുക. സ്ക്രൂ ഡ്രൈവർ വെച്ച് ഓപ്പൺ ചെയ്തിട്ടുള്ള പീസാണോ എന്ന് ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക. അങ്ങനെ ഓപ്പൺ ചെയ്തത് ലെൻസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ബോഡി ആണെങ്കിൽ അങ്ങനെയുള്ള ക്യാമറകൾ മേടിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. മിക്ക DSLR ക്യാമറകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന കംപ്ലൈൻ്റ് ആണ് ഈ LCD സ്ക്രീനിൻ്റെ സൈഡിലൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് രൂപപ്പെടുക. പല ടെമ്പറേച്ചർ വേരിയൻറ്റിൽ ഈ ക്യാമറ സൂക്ഷിക്കുന്നതുകൊണ്ടാവാം ഇങ്ങനെയുള്ള ക്യാമറകളിൽ ഒരുപാട് ക്യാമറ നിക്കോൺ ആയാലും കെനോൺ ആയാലും ഒക്കെ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കണ്ടുവരുന്നുണ്ട്. DSLRകളിൽ കണ്ടുവരാറുള്ള മറ്റൊരു കംപ്ലൈൻ്റ് ആണ് ഫംഗസ് കയറുക എന്നുള്ളത്. ഈ ഫംഗസ് കയറുക എന്നുള്ളത് പലരും പേഷ്യൻ്റെ പുറത്ത് ഒരുപാട് ക്യാമറകൾ മേടിച്ച് കൂട്ടാറുണ്ട്. അങ്ങനെ ക്യാമറകൾ മേടിച്ച് കൂട്ടുമ്പോൾ കറക്റ്റ് സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കാൻ പറ്റാതെ ആകുമ്പോൾ ഇതിനകത്ത് ഫംഗസ് പല പ്രഷർ വേരിയൻറ്റിലിരുന്ന് ഫംഗസ് കയറും. അങ്ങനെ ഫംഗസ് കയറിയ ഒത്തിരി ക്യാമറകൾ ഇപ്പോൾ റീസെയിൽ മാർക്കറ്റിൽ എത്താറുണ്ട്. നമ്മൾ മേടിക്കുന്ന ക്യാമറയ്ക്ക് ബോക്സും പേപ്പറും വാറണ്ടി കാർഡും എല്ലാം വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും ബോക്സൊക്കെ ലഭിക്കുമോ എന്ന് നോക്കുക. നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് DSLR ക്യാമറ മേടിക്കുമ്പോൾ ആ ക്യാമറ എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇയാൾ ഉപയോഗിച്ചതെന്ന് അയാളോട് ചോദിച്ചു മനസ്സിലാക്കുക. കാരണം ഫോട്ടോഗ്രാഫിക്കാണ് ഒരു ക്യാമറ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് അതിൻ്റെ ഷട്ടർ കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ ക്യാമറയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരുവിധം നമുക്ക് മനസ്സിലാകും. മറിച്ച് വീഡിയോഗ്രാഫിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്യാമറയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് മേടിക്കാതിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഈ വീഡിയോഗ്രാഫിക്ക് ഉപയോഗിക്കുന്ന ക്യാമറകൾ ഇപ്പോൾ മാർക്കറ്റിൽ അരമണിക്കൂർ വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൻസറിൻ്റെ ഡൈനാമിക് റേഞ്ചിൽ ചെറിയ കംപ്ലൈൻറ്റ്സ് ഒത്തിരി വരാറുണ്ട്. കറക്റ്റ് എക്സ്പോഷറിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ക്യാമറയിൽ നോക്കി മേടിക്കുക. പക്ഷേ അതൊന്നും നമ്മളൊരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു അറിയാവുന്നുള്ള ഒരാളിനെ കൊണ്ട് നോക്കി മേടിപ്പിക്കുക, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡീലറിൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുന്നതിലൊന്നും തെറ്റില്ല. ഇനി ബോഡിയുടെ ഉള്ളിൽ ഫംഗസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം ലെൻസ് റിമൂവ് ചെയ്ത ശേഷം ഒരു വെള്ള പ്രതലത്തിൽ ഫോട്ടോ എടുക്കുക. ശേഷം ആ ഫോട്ടോ മാക്സിമം സൂം ചെയ്ത് അതിൻ്റെ ഓരോ പിക്സൽ റേഞ്ചും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഒരു മേഘാവൃതമായ രീതിയിലോ ഒരു കറുത്ത കുത്തോ അല്ലെങ്കിൽ ഒരു വല പോലെയൊക്കെ കണ്ടാൽ അതാണ് ഫംഗസ്. ഇനി ലെൻസിൽ ഫംഗസ് ഉണ്ടോ എന്ന് നോക്കണം. അതിന് നമ്മൾ ലെൻസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം
പല ഫോക്കൽ ലെങ്തിൽ ഒരു വെള്ള പ്രതലം ഫോട്ടോ എടുക്കുക. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുത്തു പോലെയോ വല പോലെയോ ഒക്കെ കാണപ്പെട്ടാൽ അത് ചില ഫോക്കൽ ലെങ്തിൽ ആ വലയോ കുത്തോ ഒക്കെ കാണാതെ വരുമ്പോൾ അപ്പോൾ ഉറപ്പിക്കുക അതാണ് ലെൻസിലെ ഫംഗസ്. പ്രധാനമായും ലെൻസിന് വരുന്ന കംപ്ലൈൻറ്റുകളാണ് ഇനി പറയുന്നത്. ലെൻസിന് പ്രധാനമായും കണ്ടുവരുന്ന കംപ്ലൈൻറ്റുകളിലൊന്നാണ് ഫംഗസ്. നമുക്ക് ചിലപ്പോൾ 500 രൂപ മുതൽ 1000, 1200 രൂപ വരെയൊക്കെ നമുക്ക് പല ബേസിക് ലെൻസുകളും ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അതൊരു വലിയ കാര്യമായി എടുക്കണ്ട. പക്ഷേ AF മോട്ടർ വർക്കിംഗ് ആവുന്നില്ല എന്നിവയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അങ്ങനെയുള്ള ലെൻസുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ AF MFൻ്റെ അതായത് ഓട്ടോ ഫോക്കസിൻ്റെ മാനുവൽ ഫോക്കസിൻ്റെ സ്വിച്ച് കറക്റ്റ് വർക്കാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സ്റ്റെബിലൈസിൻ്റെ സ്വിച്ച് വർക്കാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചില ലെൻസുകളിൽ മാക്രോയുടെ സ്വിച്ചുകളുണ്ടാകും, അതും വർക്കാവുന്നുണ്ടോ എന്ന്. അതായത് ചില ലെൻസുകളിൽ 3ഉം അതിൽ കൂടുതലൊക്കെ സ്വിച്ചുകൾ വരുന്നുണ്ട്, അതെല്ലാം കറക്റ്റ് വർക്കാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലെൻസുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ചില ലെൻസുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ബോഡിയുമായിട്ട് എറർ 01, എറർ 02 അങ്ങനെ എററുകൾ കാണിക്കാറുണ്ട്. അത് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. ക്യാമറ സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോൾ 10-30,000 ഷട്ടർ കൗണ്ടിനൊക്കെ താഴെയുള്ള ക്യാമറകളൊക്കെ മേടിക്കുമ്പോൾ 2 വർഷം കഴിഞ്ഞ് വാറണ്ടി പീരീഡ് കഴിഞ്ഞ ക്യാമറകളാണെന്നുണ്ടെങ്കിൽ പകുതി വില ആയിരിക്കും ബെറ്റർ. അത് പകുതി വിലയും അതിന് താഴോട്ടുമായിരിക്കും അതിന് വില വരുന്നത്. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ഐക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇനി ഈ ആഴ്ചയിലെ കുറച്ച് ഫോട്ടോസിലേക്ക്